നിങ്ങൾ ഒരു രഹസ്യം എല്ലാവരോടും പങ്കുവച്ചതിന് ശേഷം നിങ്ങളോടുള്ള ആളുകളുടെ താൽപ്പര്യം നഷ്ടപ്പെട്ടിട്ടുണ്ടോ? നിങ്ങളുടെ പ്ലാനുകൾ എല്ലാവരോടും പറഞ്ഞതിന് ശേഷം അവ പരാജയപ്പെട്ടിട്ടുണ്ടോ? ഇന്ന് 2300 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ആചാര്യ ചാണക്യൻ പറഞ്ഞൊരു സത്യം നിങ്ങളുടെ ജീവിതം മുഴുവൻ മാറ്റിമറിക്കും. ഈ വീഡിയോ അവസാനം വരെ കാണുക. കാരണം ഇന്ന് നിങ്ങൾ മനസ്സിലാക്കാൻ പോകുന്നത് നിങ്ങളെ ഒരു സാധാരണ മനുഷ്യനിൽ നിന്ന് ഒരു അസാധാരണ വ്യക്തിയാക്കി മാറ്റും. നമ്മളിൽ മിക്കവരും ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റ് എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? നമ്മുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും എല്ലാവരോടും തുറന്നു പറയുക എന്നതാണ്. നമ്മുടെ സന്തോഷവും ദുഃഖവും, നമ്മുടെ പ്ലാനുകളും സ്വപ്നങ്ങളും, നമ്മുടെ ബലഹീനതകളും പരാജയങ്ങളും എല്ലാം നമ്മൾ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുന്നു. എന്നാൽ ചാണക്യൻ പറയുന്നു, ഇത് നിങ്ങളുടെ ഏറ്റവും വലിയ ബലഹീനതയാണ്. നിങ്ങൾ എത്രയും എളുപ്പത്തിൽ ലഭ്യമാകുന്ന ഒരു വ്യക്തിയായി മാറുമ്പോൾ നിങ്ങളുടെ വില കുറയുന്നു. നിങ്ങളോടുള്ള ആളുകളുടെ ആകർഷണം നഷ്ടപ്പെടുന്നു. ഒരു തുറന്ന പുസ്തകം പോലെ എല്ലാവർക്കും എളുപ്പത്തിൽ വായിക്കാവുന്ന ഒരാളായി നിങ്ങൾ മാറുമ്പോൾ ലോകം നിങ്ങളെ നിസ്സാരമായി കാണാൻ തുടങ്ങുന്നു. അതുകൊണ്ടാണ് ചാണക്യൻ പറയുന്നത്, രഹസ്യാത്മകത നിങ്ങളുടെ ശക്തിയാണ് എന്ന്. ചാണക്യനീതി പ്രകാരം നിങ്ങൾ രഹസ്യമായി സൂക്ഷിക്കേണ്ട ആദ്യത്തെ കാര്യം നിങ്ങളുടെ സ്വകാര്യ ജീവിതവും ആഴമായ രഹസ്യങ്ങളും. നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളും മറ്റുള്ളവരുമായി പങ്കുവെക്കുന്നത് ഒഴിവാക്കുക. കാരണം മനസ്സിലാക്കുക, ആളുകൾക്ക് നിങ്ങളെക്കുറിച്ച് എല്ലാം അറിയാമെന്ന തോന്നൽ വന്നാൽ അവർക്ക് നിങ്ങളിലുള്ള താൽപ്പര്യം പൂർണ്ണമായും നഷ്ടപ്പെടും. ലോകം എപ്പോഴും ആകാംക്ഷ കാണിക്കുന്നത് നിഗൂഢതയോടാണ്, പ്രയാസപ്പെട്ട് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങളോടാണ്. നിങ്ങൾ ഒരു നിഗൂഢത നിലനിർത്തുമ്പോൾ ആളുകൾ സ്വാഭാവികമായും നിങ്ങളിലേക്ക് ആകർഷിക്കപ്പെടുന്നു. നിങ്ങളെ മനസ്സിലാക്കാൻ അവർ ശ്രമിക്കുന്നു. എന്നാൽ നിങ്ങളൊരു തുറന്ന പുസ്തകമായി മാറുമ്പോൾ ആ ആകാംക്ഷ നശിക്കുന്നു. അതുകൊണ്ട് നിങ്ങളുടെ വ്യക്തിപരമായ കാര്യങ്ങൾ അനാവശ്യമായി വെളിപ്പെടുത്തരുത്. രണ്ടാമതായി, നിങ്ങളുടെ അടുത്ത നീക്കങ്ങളും ഭാവി പ്ലാനുകളും ആരോടും വെളിപ്പെടുത്തരുത്. നിങ്ങൾ എവിടെയാണെന്നോ എന്തു ചെയ്യുകയാണെന്നോ ഉള്ള കാര്യത്തിൽ ഒരു നിഗൂഢത നിലനിർത്തുക. ഇടയ്ക്കിടെ ആളുകളുടെ ഇടയിൽ നിന്ന് അപ്രത്യക്ഷനാവുക. നിങ്ങളുടെ വളർച്ചയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ആളുകൾക്ക് തോന്നട്ടെ നിങ്ങൾ എന്തോ വലിയ കാര്യത്തിൽ തിരക്കിലാണെന്ന്, പക്ഷേ അതെന്താണെന്ന് അവർ അറിയരുത്. മൂന്നാമതായി, നിങ്ങളുടെ വൈകാരികമായ ബലഹീനതകൾ ആരോടും പ്രദർശിപ്പിക്കരുത്. നിങ്ങളുടെ സന്തോഷമോ സങ്കടമോ മറ്റൊരാളെ ആശ്രയിച്ചാണെന്ന് അവരെ അറിയിക്കരുത്. പ്രത്യേകിച്ചും നിങ്ങളെ അവഗണിക്കുന്ന ആൾക്ക് മുന്നിൽ നിങ്ങൾ ദുഃഖിതനാണെന്നോ തളർന്നെന്നോ ഒരിക്കലും കാണിക്കരുത്. കാരണം നിങ്ങൾ മറ്റൊരാളെ ആശ്രയിക്കുന്നുണ്ടെന്ന് അവർക്ക് തോന്നിയാൽ അവർ നിങ്ങളെ നിസ്സാരമായി കാണും. നിങ്ങളുടെ വൈകാരിക സ്വാതന്ത്ര്യം നിങ്ങളുടെ ശക്തിയാണ്. നാലാമതായി, നിങ്ങളുടെ മാസ്റ്റർ പ്ലാനുകൾ തീർത്തും രഹസ്യമായി സൂക്ഷിക്കുക. നിങ്ങൾ സ്വയം മെച്ചപ്പെടുത്താൻ നടത്തുന്ന ശ്രമങ്ങൾ ആരോടും പറയരുത്. നിങ്ങളുടെ കഴിവുകളിലും വ്യക്തിത്വത്തിലും മാറ്റങ്ങൾ വരുത്തുക. എന്നാൽ അത് മറ്റുള്ളവർക്ക് പെട്ടെന്നുണ്ടാകുന്ന ഒരു അത്ഭുതമായി അനുഭവപ്പെടണം. നിങ്ങളുടെ വിജയം സംസാരിക്കട്ടെ, നിങ്ങളുടെ വാക്കുകളല്ല. കാരണം ലോകം ബഹുമാനിക്കുന്നത് വാക്കുകളെയല്ല, പ്രവൃത്തികളെയാണ്, ഫലങ്ങളെയാണ്. അതുകൊണ്ട് സംസാരിക്കുന്നത് കുറയ്ക്കുക, പ്രവർത്തിക്കുന്നത് കൂട്ടുക. ഒരു കൂട്ടത്തിന്റെ ഭാഗമായി നിന്ന് എല്ലാം വിളിച്ചു പറയുന്നതിന് പകരം വ്യത്യസ്തമായ എന്തെങ്കിലും ചെയ്യുക. നിങ്ങളുടെ പ്രവൃത്തിയിലൂടെ അത് തെളിയിക്കുക. മൗനം നിങ്ങളുടെ ആയുധമാക്കുക. രഹസ്യാത്മകത നിങ്ങളുടെ ശക്തിയാക്കുക. ചുരുക്കത്തിൽ പറഞ്ഞാൽ, നിങ്ങൾ ദുർലഭമായ ഒരു വ്യക്തിയായി മാറണം. എളുപ്പത്തിൽ ലഭ്യമാകുന്ന ഒന്നിനും ആരും വില കൽപ്പിക്കില്ല എന്ന് ഓർക്കുക. അതുകൊണ്ട് നിങ്ങളുടെ വാക്കുകളിലും പ്രവൃത്തികളിലും ആഴം കൊണ്ടുവരിക. അനാവശ്യമായ വെളിപ്പെടുത്തലുകൾ ഒഴിവാക്കി ഗൗരവം നിലനിർത്തുക. ചാണക്യൻ പറഞ്ഞ ഈ 4 രഹസ്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക. അപ്പോൾ നിങ്ങൾ കാണും, ലോകം നിങ്ങളെ കാണുന്ന രീതി തന്നെ മാറുന്നത്. നിങ്ങളോടുള്ള ആളുകളുടെ ആദരവും ബഹുമാനവും വർദ്ധിക്കുന്നത്. നിങ്ങളൊരു സാധാരണ മനുഷ്യനിൽ നിന്ന് ഒരു അസാധാരണ വ്യക്തിയായി പരിവർത്തനം ചെയ്യുന്നത്. ഈ വീഡിയോ ഉപകാരപ്രദമായിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സീക്രട്ട് വിസ്ഡം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിജയം എന്റെ ലക്ഷ്യമാണ്.